ചന്ദ്രശേഖർ സംസ്ഥാന പോലീസ് മേധാവിയാകാൻ സാധ്യതയേറി. നാളെ ചേരുന്ന മന്ത്രിസഭായോഗം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. UPSC സംസ്ഥാനത്തിന് കൈമാറിയ ചുരുക്കപ്പട്ടികയിലുള്ള നിതിൻ അഗർവാൾ, രവാഡ ചന്ദ്രശേഖർ, യോഗേഷ് ഗുപ്ത എന്നിവരിൽ നിന്നാണ് പുതിയ മേധാവിയെ തെരഞ്ഞെടുക്കേണ്ടത്. TG സജിത്ത് വിവരങ്ങളുമായി. സജിത്ത്, 3 പേരിൽ നിന്ന് രവാഡ ചന്ദ്രശേഖറിലേക്ക് പേര് ചുരുങ്ങിയെത്തുകയാണോ? അങ്ങനെ വേണം സാധ്യതകൾ വിലയിരുത്താൻ. 3 പേരാണ്: രവാഡ ചന്ദ്രശേഖർ, നിതിൻ അഗർവാൾ അല്ലെങ്കിൽ യോഗേഷ് ഗുപ്ത. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ സംസ്ഥാന പോലീസിന്റെ പുതിയ മേധാവിയായി നാളെ തെരഞ്ഞെടുക്കപ്പെടും. നാളെ തന്നെ ഈ തീരുമാനം ഉണ്ടാവണം എന്ന് മാത്രമല്ല, നാളെ ചുമതല ഏറ്റെടുക്കലും നടക്കണമെന്ന പ്രത്യേകതയുമുണ്ട്. കാരണം നിലവിലെ DGP ഷെയ്ഖ് ദർബേഷ് സാഹിബ് നാളെ തന്നെ അദ്ദേഹത്തിന്റെ ചുമതല ഒഴിയുകയാണ്. അതുകൊണ്ട് നാളെ തന്നെ നിയമനം നടക്കുകയും പുതിയ ചുമതല ഏറ്റെടുക്കുകയും നടക്കുകയും വേണം. UPSC 3 പേരുടെ ചുരുക്കപ്പട്ടിക സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ട്. ആ പട്ടികയിൽ നിന്നാണ് നാളത്തെ മന്ത്രിസഭാ യോഗം ഇക്കാര്യത്തിൽ ധാരണയുണ്ടാക്കി പിന്നീട് പ്രഖ്യാപനം ഉണ്ടാവാൻ പോകുന്നത്. ഈ 3 പേരോടും യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന് വലിയ താല്പര്യമില്ല. അതിന് ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ടായിരുന്നു. പകരം ഒരു താൽക്കാലിക DGPയെ നിയമിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടത്. പക്ഷേ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ അത്തരമൊരു സംവിധാനം നിലവിലുണ്ട് എന്ന കാരണമാണ് അത്തരമൊരു സാധ്യത തേടലിന് സംസ്ഥാനം ശ്രമിച്ചത്. പക്ഷേ അതിന് ചില നിയമ തടസ്സങ്ങളുണ്ട് എന്നതാണ് ലഭിച്ച നിയമോപദേശം. കാരണം നിലവിൽ UPSC ചുരുക്കപ്പട്ടിക കൈമാറിയ സാഹചര്യത്തിൽ ഇനി അത് ഉപേക്ഷിച്ച് പുതിയൊരു പേരിലേക്ക് പോകാൻ സാധ്യതയില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ രവാഡ ചന്ദ്രശേഖരന്റെ സാധ്യത കൂടുതലുണ്ടെങ്കിലും രവാഡ ചന്ദ്രശേഖർ മുമ്പ് കൂത്തുപറമ്പ് വെടിവെപ്പ് കാലത്ത് പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അതൊരു നെഗറ്റീവ് മാർക്കാകുമോ എന്നൊരു സംശയം സർക്കാരിനുണ്ട്. നിതിൻ അഗർവാൾ ദീർഘനാളുകളായി അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലാണ്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥനാണോ എന്ന സംശയമുണ്ട്. യോഗേഷ് ഗുപ്തയോടും അത്ര കണ്ട് താല്പര്യമില്ല. ഇതൊക്കെയാണ് പൊതുവിൽ ഈ 3 ഉദ്യോഗസ്ഥരോടുമുള്ള താല്പര്യക്കുറവ്. പൊതുവിൽ ഭേദപ്പെട്ട രവാഡ ചന്ദ്രശേഖർ തന്നെ DGP പദവിയിലേക്ക് എത്താനാണ് സാധ്യത. നാളെ ഈ സംബന്ധിച്ച തീരുമാനം രാവിലെ തന്നെ ഉണ്ടാകും. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.